അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ശൈഖുമാർക്കുണ്ട് എന്ന് നിങ്ങൾ പറയുന്നു. നിങ്ങളുടെ മാനവർക്ക് വലിയ ഒരു ഹാജി മൗത്തായ സംഗീതം അവരെ ലോകത്ത് വന്ന് പറഞ്ഞാല് എന്റെ ഹാജീമിന്റെ റൂഹന്നിൽ തരേണം എന്ന് മലക്കുൽ മൗത്തോട് കേട്ടോവർ. മൊഹിയത്തിമാരെയാണിത്. മൊഹിയത്തിമാരെ പറയുന്നു, മൊഹിയത്തി ശേഖന്റെ ഒരു അനുയായി മരിച്ചപ്പോൾ ആ അനുയായിയുടെ ഭാര്യ മൊഹിയത്തി ശേഖന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, എന്റെ ഭർത്താവ് മരിച്ചിരിക്കുന്നു, അതുകൊണ്ട് എന്റെ ഭർത്താവിനെ ജീവിപ്പിക്കണം, റൂഹിനെ തിരിച്ചു പിടിക്കണം. അങ്ങനെ അസ്രായീലിന്റെ കൈവശത്തിൽ നിന്ന് റൂഹിനെ മൊഹിയത്തി ശേഖ് തട്ടിപ്പറിച്ചതായിട്ട് നിങ്ങളുടെ മൊഹിയത്തിമാരയിലുണ്ട്. ഇല്ലെന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? നിങ്ങൾ ബോധപൂർവം തന്നെയാണോ ചോദിക്കുന്നത്? ബോധപൂർവം തന്നെയാണ്. മൊഹിയത്തിമാരയിലുള്ളതാണത്. ഇല്ലെന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഞങ്ങളെ മൊഹിയത്തിമാരിൽ അങ്ങനെ ഇല്ലാന്ന് പറയാൻ പൂർണ്ണ ധൈര്യം ഞങ്ങൾക്കുണ്ട്. മൊഹിയത്തിമാർ കൊടുക്കുന്നുണ്ട്. അങ്ങനെ വരികൾ എന്റെ ഓർമ്മയിൽ ഞാൻ മൊഹിയത്തിമാരൊക്കെ പാടുന്ന ആളാ. തെളിവ് മാത്രമല്ല പറയുന്നത്, പാടുന്നുണ്ട്. പരിശോധിക്കാൻ സമയം തരണം. അതാ സമയം തരാം. അള്ളാഹുത്താല ചിലപ്പോൾ രക്ഷപ്പെടാമെന്ന് പറഞ്ഞാവോ? ഭാഗ്യം കാണിച്ചു കൊടുക്കാറുണ്ട്. വിമാനപ്പെടുന്നത് മാല 538. മല കൊടുത്തേക്കുന്ന ഒരു കാഴ്ചയായിട്ട് എന്നിട്ട് വളരെ ബാക്കിയമ്മ ഇതൊക്കെ നോക്കിയിട്ട് കാര്യം മറുപടി പറയും. എന്താണ് വരി ഒന്നുകൂടി പാടിക്കാൻ? വലിയ ഒരു ഹാജി മൗത്തായ സംഗീതം അവരെ ലോകത്ത് വന്ന് പറഞ്ഞാല് എന്റെ ഹാജിമിന്റെ റൂഹന്നിൽ തരേണം എന്ന് മലക്കുൽ മൗത്തോട് കേട്ടോവർ. അങ്ങനെ അങ്ങനെ ഇല്ല. നമ്മൾ കാഴ്ചയ്ക്ക് അങ്ങനെ ഉണ്ടോ? എല്ലാവരും എനിക്ക് എന്ത് സംഭവിച്ചത് ഒന്നുമില്ലല്ലോ. അല്ല നേരത്തെ മാലക്കാരൻ പൂർത്തികൾ കാണിക്കാൻ അതിലുണ്ടോ ഇല്ല ഞങ്ങളെ ചോദ്യത്തിന് മറുപടി പറയാം. പ്രശ്നം പോകണമെന്നോ? അത് പൊയ്ക്കോട്ടെ, അതിന് കുഴപ്പമില്ല. പക്ഷെ ഇതൊന്ന് വ്യക്തമാക്കി പോകണം. മൈക്കോട് വിളിക്കാതെ പിടിച്ചു വയ്ക്കാൻ പാടില്ല. അയാൾക്ക് സുരക്ഷ കൊടുക്കണം. ആൻസക്കാമി നിങ്ങളവിടെ ഇരുന്നാ പോലെ ശ്രദ്ധിക്കുന്നില്ല. വെറുതെ പറയാണ്. നിങ്ങള് ആ മാല ഇപ്പൊ എന്റെ കൂടാതെ വിഷയങ്ങൾ ശ്രദ്ധിക്കും. മാലയിൽ മൊഹിയത്തി മാലയിൽ അങ്ങനെ ഉണ്ടെന്നാ പറഞ്ഞത്. മൊഹിയത്തി മാലയിൽ അത് കാണിച്ചു തരാൻ കുറെ നേരം തെരഞ്ഞിട്ട് കാണാതായപ്പോ അടിമട്ടാക്കുള്ള പരിപാടിയാണ് തോന്നുന്നത്. അത് ഉണ്ടോ ഇല്ലെന്ന് പറഞ്ഞിട്ട് പോയാൽ മതി. അതില്ല. എവിടെ പറഞ്ഞത് ഇപ്പൊ എനിക്ക് മനസ്സിലായി. നിങ്ങൾ ആ പറഞ്ഞ വരികൾ ഏത് മൊഹിയത്തി മാലയിലാണെന്ന് ഞാൻ പറഞ്ഞുതരാം. മൈക്കൽ കൊടുക്കുക, അവിടെ പറയട്ടെ. അത് മൊഹിയത്തി മാലയിൽ ഉണ്ട് എന്നാണോ ഇല്ല എന്നാണോ? ഹലോ 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 അത് ആ മൈക്കൽ കൊടുത്തതിന്റെ പറയട്ടെ. മറ്റേ ചോദ്യത്തിന് മറുപടി പറയട്ടോ. അത് ക്ഷമിക്കണം. അതിന്റെ ഇടയിൽ പറയേണ്ടി അല്ല. അത് മൊഹിയത്തി മാലയിൽ ഞങ്ങളുടെ മൊഹിയത്തി മാലയിൽ നമ്മൾ ചെല്ലുന്ന മൊഹിയത്തി മാലയിൽ അത് കാണിച്ചു തരണം. അതാണ് ഇപ്പൊ നമ്മളെ പ്രശ്നം. നിങ്ങൾക്ക് സമയമുണ്ടോ ഇല്ലാതെ ഞങ്ങളല്ല ഞങ്ങളല്ല പറയുന്നത്, നിങ്ങളാണ്. അത് വരുന്ന നേരത്തെ നോക്കേണ്ടിയിരുന്നു സമയമുണ്ടോ ഇല്ലേത്. ഇപ്പൊ കിട്ടാനായപ്പോ സമയം ഇല്ലാതാകല് അത് അപൂർവമായ രംഗങ്ങളൊന്നുമല്ല. അതുകൊണ്ട് മൊഹിയത്തി മാലയിൽ അത് ഉണ്ടോ ഇല്ലേ? മൊഹിയത്തി മാലയിൽ അത് ഉണ്ടോ ഇല്ലേ? എനിക്ക് ഒന്നുമില്ല. അതായത് അതൊരു പുതിയതാണ്. സാറില്ല, കുറച്ച് ഇതിന് സമയം ഉണ്ടാവുകയാണ്. പോയോ? ഞാൻ ചോദ്യം ചോദിക്കാൻ സമ്മതിക്കാൻ ഞാൻ ഏറ്റിട്ടില്ല. നിങ്ങൾ സമ്മതിക്കേണ്ട അതിലുണ്ടോ എന്ന് പറഞ്ഞാൽ മതി. ഇത് പുതിയ കോപ്പിയാണ്, പഴയ കോപ്പിയാണുള്ളത്. മൗലവി പഴയ കോപ്പി കൊണ്ട് തന്നാൽ ഇപ്പം തെളിയിക്കും. പഴയ കോപ്പി തന്നെയാണത്. പഴയ കോപ്പി ഇന്ത്യയുടെ കുറിച്ചും ഞാൻ പറഞ്ഞോളാം. നിങ്ങൾ വെറുതെ ബേജാറാകേണ്ട ആവശ്യമില്ല. പൊറുതികേട് കാണിക്കേണ്ടതില്ല. ഒക്കെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ കേട്ടോളി. അത് പഴയ മൊഹിയത്തി മാലയാണ്. പഴയ മൊഹിയത്തി മാല എന്ന് പറഞ്ഞാല് ഒരുപാട് വർഷം മുമ്പ് 600 വർഷം മുമ്പ്
എഴുതപ്പെട്ടതാണ് പഴയ മുഹ്യദ്ദീൻമാല. നിങ്ങളാ എഴുതി കൊടുത്തത് എവിടുന്നാന്ന് അറിയോ നിങ്ങള്? ഇതാ എന്റെ കയ്യിൽ ഇങ്ങോട്ട് നോക്കുക. ഇത് ഏതാണെന്നറിയോ? രണ്ടത്താടി സൈദ് മൗലവി എഴുതിയ പുസ്തകമാണിത്. ഇസ്ലാമിക യുദ്ധക്കണ്ണികൾ എന്നാണ് ഇതിന്റെ പേര്. ഇതിൽ എടുത്ത് ഉദ്ധരിച്ചതാ. ഇതാണ്ടോ ഇതിലേക്കോ ഇതിൽ തന്നെ പറയുന്നുണ്ട്, പുതിയ മുഹ്യദ്ദീൻമാലയിൽ കാണുന്ന ഒരു വഴി എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. പുതിയ മുഹ്യദ്ദീൻ മൗലിദ് ഞങ്ങൾ ചെല്ലുന്ന പഴയ മുഹ്യദ്ദീൻ മൗലിദല്ല. ഞങ്ങൾ ചെല്ലുന്ന പഴയ മുഹ്യദ്ദീൻ മൗലിദ് എങ്ങനെയാണ് അറിയോ? അല്ലാഹുവിനും സ്തുതിയും സലാവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാന്തർ എന്ന് തുടങ്ങിയതാണ് പഴയ മുഹ്യദ്ദീൻമാല. ഇത് പുതിയ മുഹ്യദ്ദീൻമാലയാണ്. പുതിയ മുഹ്യദ്ദീൻമാലയിൽ ഇതാ രണ്ടപ്പാടി സയ്യിദ് മൗലവി എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന പുതിയ ഒരു മൗലവി ഉണ്ട്, മാലയുണ്ട്. അതിൽ വലിയ അദ്ദേഹം ചെറിയ വരിണ്ട്. വലിയൊരു ആദ്യം മൗത്തായ സങ്കേതം അവരെ സൗജത്ത് വന്ന് പറഞ്ഞാല് എന്റെ ഹാദിമിന്റെ റൂഹന്നിൽ തന്നേണം എന്ന് മലക്കുൽ മൗത്തോട് കേട്ടോവർ. ഇതേ പുതിയ മുഹ്യദ്ദീൻമാലയാണ്. പുതിയ മുഹ്യദ്ദീൻമാലയെ കുറിച്ച് ഞങ്ങൾ തീരുമാനിച്ച കാര്യങ്ങൾ അത് കേട്ടോളി. അത് നമ്മൾ ചെല്ലുന്ന 600 വർഷം മുമ്പ് ആമീർ മുഹമ്മദ് രചിച്ച സുന്നികൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മുഹ്യദ്ദീൻമാലയിൽ ഉള്ളതല്ല. അത് പുതിയ പതിപ്പാണെങ്കിലും പഴയ പതിപ്പാണെങ്കിലും കാണിച്ചു തരാൻ ഒറ്റ വഹാബിക്കും കഴിയില്ല. അത് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഈ ബുക്കിൽ നിന്നാണ് എഴുതിയിട്ടുള്ളത്. ഈ ബുക്കിലുള്ളതെന്താ? ഇത് പുതിയ മുഹ്യദ്ദീൻമാലയിലുള്ളതാണ്. തീർന്നിട്ടുണ്ട്, അല്ലാതെ കണ്ടിട്ടില്ല. അതാണ് കുഴപ്പം. ആ പുതിയ മുഹ്യദ്ദീൻമാലയെ കുറിച്ച് എന്താ സുന്നികളുടെ തീരുമാനം? അതാ കണ്ടോ, വർഷങ്ങൾക്ക് മുമ്പ് രചിച്ച മഹാപണ്ഡിതൻ ബഹുമാനപ്പെട്ട പാടൂർ കോയക്കുട്ടി തങ്ങൾ എഴുതിയ ഗ്രന്ഥമാണിത്. ഇത് ഏതാണെന്ന് അറിയോ? വൈദുല്യം തർജമ. വൈദുല്യം തർജമ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്, ചില മുഹ്യദ്ദീൻ ഷേഖിന്റെ പേരിൽ ചില പുതിയ മാലകൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. അത് സുന്നികൾ പാടുവാനോ അത് ഉപയോഗിക്കാനോ പാടില്ല എന്ന് പറഞ്ഞ സുന്നികൾ അംഗീകരിക്കാത്ത മുഹ്യദ്ദീൻമാലയെ കുറിച്ചാണ് നിങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ ചെല്ലുന്ന മുഹ്യദ്ദീൻമാലയിൽ ഉണ്ടെങ്കിൽ അതാണ് കാണിച്ചു തരുന്നത്. അതിനാണ് ആണത്വം കാണിക്കേണ്ടത്, അതിനാണ് ധൈര്യം കാണിക്കേണ്ടത്. ഞങ്ങൾ അംഗീകരിക്കാത്തതും ഞങ്ങൾ പറയാത്തതുമായ മാലയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ വെള്ളം കുടിപ്പിക്കാൻ കഴിയുന്ന കരുതിയാൽ ആ പൂതി അവ മനസ്സിലിരുന്നോട്ടെ. അത് വിലപ്പോവുകയില്ല. ഞങ്ങൾ ഈ മാലി മൗലിദോട് മറുപടി വരാൻ നടക്കുന്നത് ഏതെങ്കിലും 2 വരി എടുത്തിട്ടല്ല. നിങ്ങൾ ചോദിക്കുന്ന ഏത് ചോദ്യമുണ്ടോ മാലയെ കുറിച്ച് അതിനൊക്കെയുള്ള മറുപടിയൊക്കെ ഞങ്ങൾ വന്നിട്ടുള്ളത്. ഈ കാണുന്നതൊക്കെ ആ ഗ്രന്ഥങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അംഗീകരിക്കാത്തതും ഞങ്ങൾ പറയാത്തതുമായ മഹലയും മൗലിനും ഞങ്ങളുടെ പേര് കെട്ടിവെക്കാൻ ശ്രമിക്കുന്നത് അത് മിതമായി പറഞ്ഞാൽ വങ്കത്വമാണ്, അത് മൗഢ്യമാണ്, അത് നടക്കുകയില്ല. ഈ അഭിസുന്നത്തി ജമാഅത്തിന്റെ ഉൾബുദ്ധരായ പ്രവർത്തകർക്ക് മുമ്പിൽ അത് നടക്കുകയില്ല എന്ന് ഇനി നമ്മുടെ മറ്റേ സഹോദരൻ നേരത്തെ ചോദിച്ചു പൗതിയാക്കി വെച്ച സഹോദരൻ തന്നെ ചോദിക്കട്ടെ, അതിന് മറുപടി ഇവിടെ പറയും.